പഴശ്ശിരാജയുടെ വധമെന്ന് 1805, കുണ്ടറ വിളംബരമെന്ന് 1809, കുറിച്ചിലകളെന്ന് 1812, ചാനാർലകളെന്ന് 1859, കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം 69, പുനലൂർ തൂക്കുപാലം 77, മലയാളി മെമ്മോറിയൽ 91, മുല്ലപ്പെരിയാർ അണക്കെട്ട് 95, ഈഴവ മെമ്മോറിയൽ 96, SNDP 1903 ആണെങ്കിൽ ശ്രീമൂലം പ്രജാസഭ 1907. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമ്മുടെ കൺഫ്യൂസിംഗ് ഫാക്ട്സ് പാർട്ട് 6 എത്തിയിരിക്കുകയാണ്. ഒരുവിധമൊക്കെ പഠിക്കുന്നു എന്നറിയുന്നുണ്ട്. ആഴ്ച തോറും റിവിഷൻ നടത്തണം. അതാണ് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഏതാണോ അറിഞ്ഞുകൂടാത്ത ടോപ്പിക്, ആ ടോപ്പിക് എന്നും മനസ്സിൽ ഉച്ചരിക്കണം. മനസ്സിൽ ഒരു അരമണിക്കൂർ അതിന് ആണ്, എന്നെക്കൊണ്ട് നടക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും പഠിക്കുക. അങ്ങനെയുള്ളവരാണല്ലോ വീണ്ടും വീണ്ടും പഠിച്ച് അതിലേക്ക് മുന്നേറുന്നത്. ഇപ്പം എല്ലാവരുടെയും LD ക്ലർക്കിൻ്റെ അഡ്വൈസുകൾ വന്നു തുടങ്ങി, അപ്പോയിൻമെൻറ്റ് ലെറ്ററും വന്നു തുടങ്ങി. ഓരോരുത്തർക്കും മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ്, ഡ്രഗ്സ്, ക്രിമിനൽ കോഡ്, അങ്ങനെയൊക്കെ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഡ്വൈസ് വന്ന് അവരുടെ സന്തോഷങ്ങൾ കാണുകയാണ്. ഒരു സമയത്ത് അവരുടെ കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ അവർ സന്തോഷത്തോടെ ഇപ്പം അഡ്വൈസുമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ അടുത്ത തവണ നിങ്ങളായിരിക്കണം. നിങ്ങളുടെ മുമ്പിലേക്ക് ഒത്തിരി പരീക്ഷകൾ വരികയാണ്. ഇഷ്ടംപോലെ പരീക്ഷ നിങ്ങൾക്ക് ഉണ്ടെന്ന് തന്നെ അറിയാം. വിവറേജിലേക്ക് ഇഷ്ടംപോലെ വേക്കൻസി വരും. സാധാ പോലെ NJDകൾ ഇഷ്ടംപോലെ വരും. അതുപോലെ ഈ ലെവൽ കൂടിയവർ പല ലിസ്റ്റിൽ വരുന്നവരായിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വരുന്നു, കമ്പനി ബോർഡ് വരുന്നു, അങ്ങനെ ഒത്തിരി ലിസ്റ്റുകൾ മുമ്പിലേക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമാണ്. ആർക്കെങ്കിലും വിഷമമാണ് ഇനിയും ഞാൻ പഠിച്ചാൽ ശരിയാവുമോ എന്നുള്ള തോന്നൽ വരരുത്. ഇനിയും പഠിച്ചാൽ ശരിയാവും. ഇനിയും സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ടൈം ടേബിൾ ഇല്ല, കറക്റ്റ് ഒരു ഡേറ്റും ഇല്ല. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ടോപ്പിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. ടോപ്പിക്ക് തീർത്ത് നിങ്ങൾക്ക് പാടുള്ളത് മാക്സിമം റിവിഷൻ നടത്തുക. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും. ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സിൽ എനിക്ക് എടുത്തു പറയാനുള്ളത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം വർക്ക് ചെയ്യണം, ടോപ്പിക്ക് അനുസരിച്ച് തീർക്കണം. മാത്സ് ഒക്കെ ഓരോ ടോപ്പിക്കും മെനക്കെട്ടിരിക്കണം. ഭിന്നസംഖ്യ എങ്ങനെ, LCM HCF എങ്ങനെ, അല്ലെങ്കിൽ അംശബന്ധം എങ്ങനെ, ശരാശരി എങ്ങനെ, പലിശയുടെ കണക്ക് എങ്ങനെ, മാക്സിമം ആ ഒരു ടോപ്പിക്ക് ടച്ച് ചെയ്ത് വീണ്ടും റിവിഷൻ. എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അംശബന്ധത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ പലിശയുടെ ഒരു ചോദ്യം എടുത്തു, അത് ചെയ്യാൻ കഴിയും. സമയവും ദൂരവും ഏറ്റവും കുറേ നല്ല ചോദ്യങ്ങളുള്ളതാണ് സമയവും ദൂരവും. അതൊക്കെ നല്ലൊരു ഓർഡറിൽ തീർക്കണം കേട്ടല്ലോ. ചുമ്മാ എന്നും GK വായിക്കുക എന്നത് മാത്രമല്ല ചെയ്യേണ്ടത്. GK വായിക്കണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. GK വായിക്കുന്ന ആളെ ഒരു PSCയോട് ഇഷ്ടപ്പെടത്തുള്ളൂ. GKയിൽ അത്രമാത്രം പെർഫെക്റ്റ് ആവുന്നവനെ PSC അത് നേടണമെന്നുള്ളൊരു വാശി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നും നോക്കണ്ട. GKയിൽ അത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാത്സും ഇംഗ്ലീഷിനും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഇത് 3 വിഷയവും ഒരേപോലെ കൈകാര്യം ചെയ്യുന്നവനെ നല്ല റാങ്ക് വരും. അല്ലാതെ ചില പെൺകുട്ടികളുണ്ട് ഫുൾ ടൈം അങ്ങ് PSCയിൽ കുറേ GK റാങ്ക് ഫയൽ എടുക്കുക, GK വായിക്കുക. ആ പെൺകുട്ടികളോട് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു വാചകം എന്ന് പറഞ്ഞാൽ, ജോലി കിട്ടില്ല. കൂടുതൽ സമയവും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്നും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങൾ. അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫാൾട്ട് എവിടെയാണ്, ആ ഫാൾട്ട് എവിടെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, ഓ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി കിട്ടുന്നില്ല, മലയാളം ചെയ്തു നോക്കിയിട്ട് 10 മാർക്കിൽ എനിക്ക് 5 കിട്ടുന്നുള്ളൂ. അപ്പം കിട്ടുന്നുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാറേ 10 ചോദ്യം ഉണ്ടായിരുന്നു, എനിക്ക് 4 മാർക്കേ മലയാളത്തിൽ കിട്ടിയുള്ളൂ. ഒത്തിരി പേര് പറയുന്നതാണ്, എനിക്ക് മാർക്ക് മൊത്തം പോയത് മലയാളത്തിലാണ്. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതാണ്. അപ്പം മലയാളത്തിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പഴയ ചോദ്യപേപ്പർ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട അർത്ഥവ്യത്യാസങ്ങൾ, എതിർലിംഗം, ശൈലികൾ, അതുപോലുള്ളത് വീണ്ടും അതുപോലെ തൂലികാ നാമങ്ങൾ, പ്രശസ്ത വ്യക്തികളുടെ ആത്മകഥകൾ, കൃതികൾ, അവാർഡുകൾ, ഇതെല്ലാം വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ പഠിച്ചത് വരുമോ എന്ന് ചോദിച്ച് ഇതൊക്കെ വരുമോ എന്നുള്ള ചോദിച്ച് പഠിക്കരുത്. ഇതെല്ലാം നിങ്ങൾക്ക് വരും എന്ന രീതിയിൽ പഠിക്കുക. ഒരു ദിവസം ഒരു 20 ചോദ്യമെങ്കിലും മലയാളത്തിൻ്റെ പുതിയതായിട്ട് പഠിച്ചു മാറ്റുക. അതുപോലെ ഇംഗ്ലീഷ് വൊക്കാബുലറി എടുത്താലും അങ്ങനെ തന്നെ. ഒരു ടൈം വെക്കുക, ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വെക്കുക, രാത്രി 8 മണി തൊട്ട് ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഇതുവരെ ഞാൻ GK ഭാഗമാണ് പഠിച്ചത്, ഭരണഘടന, ഹിസ്റ്ററിയാണ് പഠിച്ചത്. എങ്കിൽ 8 മണി തൊട്ട് 9 മണി വരെ ഞാൻ മാത്സും ഇംഗ്ലീഷും മൊത്തത്തിലൊന്ന് എല്ലാ ദിവസവും അടുപ്പിച്ചൊന്ന് മാത്സും ഇംഗ്ലീഷും നോക്കി. 1 മണിക്കൂർ മാറ്റി വെച്ച് നോക്കെ. 1 മണിക്കൂർ മാറ്റി വെക്കുമ്പോൾ തന്നെ എന്നും ആ ഒരു സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുമ്പോൾ മാക്സിമം പ്രാക്ടീസും കിട്ടും, ഇൻട്രസ്റ്റും വരും. ഇംഗ്ലീഷ് ഒരുവിധം ആവുന്നല്ലോ, മാത്സ് ഒരുവിധം ആകുന്നല്ലോ എന്ന് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പരീക്ഷയോട് അടുക്കും. പിന്നെ എന്നും ചിന്തിക്കേണ്ടത്, മുമ്പിൽ വരുന്ന ഒരു പരീക്ഷ എനിക്ക് കിട്ടണേ. മാക്സിമം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും രാത്രി 11 മണിക്കോ 11:30-ക്കോ 12 മണിക്കോ, ചിലവർ അങ്ങോട്ട് കൂടുതൽ പഠിക്കും, 12 മണി വരെ പഠിക്കും, ചിലവർ രാവിലെ എഴുന്നേറ്റ് പഠിക്കും. അവരോടൊക്കെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, സമയം ഓരോരുത്തർ 8 മണിക്കൂർ പഠിച്ചു, 10 മണിക്കൂർ പഠിച്ചു എന്ന് പറയും. സമയത്തിനൊരു പ്രാധാന്യം കൊടുക്കണ്ട. എത്ര മണിക്കൂർ പഠിച്ചു എന്നതല്ല, ആ മണിക്കൂറിൽ അത്രമാത്രം പ്രയോജനപ്രദമായ കാര്യങ്ങൾ തീർത്തു എന്ന് ഉറപ്പിക്കുക. ആഴ്ചയിൽ
പരീക്ഷയിൽ നോക്കണം ഞാൻ ഇന്ന് ഏതൊക്കെ പോർഷനാണ് തീർത്തിരിക്കുന്നത്, അതെല്ലാം റിവിഷൻ നടത്തുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആവും. എന്നിട്ട് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്യണം, മൊബൈലിൽ തന്നെ നിങ്ങളുടെ സൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം പാടുള്ള ടോപ്പിക്ക്. ഇപ്പം കേരളം ഭരണപരിഷ്കാരം, അല്ലെങ്കിൽ സുപ്രധാന നിയമങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഭരണഘടനയിൽ രാഷ്ട്രപതിമാരുടെ ആർട്ടിക്കിളെക്കുറിച്ച് വെറുതെ കേൾക്കുക. അപ്പം ബസ്സിലോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആ റെക്കോർഡ് വീണ്ടും ഇട്ട് കേൾക്കുക. അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ വെറുതെ പാട്ട് കേൾക്കുന്ന പോലെ എന്നെ ചെവിയിൽ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ആ രാഷ്ട്രപതിമാരുടെ ആർട്ടിക്കിളുകൾ, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിളുകളെല്ലാം വീണ്ടും അപ്പം അങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്. പിന്നെയും ചെറിയ മാറ്റങ്ങൾ, നല്ല ടഫുള്ളത് വേണമെങ്കിൽ നിങ്ങളുടെ ഭിത്തിയിൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കണം, കണ്ണുകൊണ്ട് നേരെ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഇഷ്ടപ്പെടും. പലരും പറയാറില്ല, വർഷങ്ങൾ പാടാ സാറേ, ഈ വർഷങ്ങളൊക്കെ എങ്ങനെ പഠിക്കുന്നു സാറേ, ഒന്നും തിരിയുന്നില്ല. ഒരു ഭാഗം പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും വർഷം പാടാം. അതുകൊണ്ട് ഞാൻ പറയാം, ഈ പറയുന്നത് 100ൽ 99 പേർക്കും വർഷങ്ങൾ പാട് തന്നെ. നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കുറേ വർഷങ്ങൾ ഇരിക്കുമ്പോൾ ജിയോഗ്രഫി വേറെ കുറേ വർഷങ്ങൾ വരും. അതൊക്കെ സ്വാഭാവികമാണ്. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ബ്രെയിനിൽ ഇങ്ങനെ കിടന്ന് പറയരുത് വർഷങ്ങൾ പാടാണ്. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങളെ തലയിൽ ഇങ്ങനെ ആ വരി വരും, വർഷങ്ങൾ പാടാണ്. ആ വാക്ക് ഉച്ചരിക്കാതിരിക്കുക. അതിന് ചെയ്യേണ്ടത് മാക്സിമം ഇടവിട്ട് റിവിഷൻ നടത്തുക. അപ്പോഴത്തേക്ക് നിങ്ങളങ്ങ് പെർഫെക്റ്റ് ആവും. പഴശ്ശിരാജയുടെ വധമെന്ന് 1805, കുണ്ടറ വിളംബരമെന്ന് 1809, കുറിച്യർലകളെന്ന് 1812, ചാനാർലകളെന്ന് 1859, കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം 69, പുനലൂർ തൂക്കുപാലം 77, മലയാളി മെമ്മോറിയൽ 91, മുല്ലപ്പെരിയാർ അണക്കെട്ട് 95, ഈഴവ മെമ്മോറിയൽ 96, SNDP 1903 ആണെങ്കിൽ ശ്രീമൂലം പ്രജാസഭ 1907, 1904 ആണെങ്കിൽ സാധുജന പരിപാലന സംഘം 1907, യോഗക്ഷേമ സഭ 1908, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909. എന്തുകൊണ്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പഠിച്ചതല്ല, നിത്യ അഭ്യാസി ആനയെടുത്തതാ. വീണ്ടും പലതവണ കണ്ടും കേട്ടുമൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇതൊക്കെ വരും. കേരള പ്രക്ഷോഭങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരും. ഇങ്ങനൊരു ഓർഡറിൽ ഞാനങ്ങ് പഠിക്കുക. ഇങ്ങനൊരു ഓർഡറിൽ പഠിക്കുമ്പോഴത്തേക്ക് ആ ഭാഗങ്ങളെല്ലാം വന്നു. അതുകൊണ്ട് നിങ്ങളോടും പറയാണ്, ഇവിടെ നിന്ന് എനിക്ക് പറയാം, സത്യമാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലതും മറന്നു പോകും. അപ്പം നിങ്ങൾ ആ വേർഡ് ഉച്ചരിക്കാതെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ആത്മാർത്ഥമായി ശ്രമിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. 90% അധ്വാനിക്കുകയും 10% പ്രാർത്ഥനയും എന്നല്ലേ പറയുന്നത്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഹിന്ദുസ് ആണെങ്കിൽ അമ്പലങ്ങളിൽ പോയി കാര്യം പറയുക, മനസ്സുകൊണ്ട് കാര്യം പറയുക. നിങ്ങൾ ചിലപ്പം 10ലോ +2നോ ഒക്കെ നല്ല വിജയമൊന്നും ഇല്ലാത്തതായിരിക്കും. അപ്പോൾ ഇതെന്നെ കൊണ്ട് നടക്കുമോ, ഭയങ്കര പഠിക്കുന്നവരാണല്ലോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. 10ലും +2ലും ഒക്കെ മീഡിയം ലെവൽ സാധാരണക്കാരാണ് ഇപ്പം PSCയിൽ ഏറ്റവും ഉയർന്ന ജോലിയിലേക്ക് കയറുന്നത്. ആ ഒരു ചിന്താഗതി മതി. അപ്പോഴത്തെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടിട്ടല്ലേ ഇറങ്ങി തിരിച്ച്, പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടേ? ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമ്മൾ കത്തി അടിച്ചുകൊണ്ടിരുന്ന അങ്ങോട്ടങ്ങ് പോകും. നമ്മൾ ഇതുവരെ പഠിച്ചത് പാർട്ട് 5. 2000 ചോദ്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 2000 ചോദ്യത്തിലെ പാർട്ട് 5 വരെ നമ്മൾ കഴിഞ്ഞു. പാർട്ട് 6ലേക്ക് പോവാം. ഓക്കെ, അപ്പം മനസ്സുകൊണ്ട് ഏറ്റെടുക്കുക, പഠിക്കുക. ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും, പൂർണ്ണമായ പിന്തുണ കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് പറയാം, ഞങ്ങളൊക്കെ പഠിച്ച് നല്ല നിലയിൽ നല്ല ജോലി കയറിയവരാണ്. നല്ല ജോലി കയറി പഠിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും നല്ല ജോലിയിലൊക്കെ ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പം നിങ്ങളും അതേപോലെ നിൽക്കണ്ടേ? അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിക്കുക. ആ പഠിക്കുക, ഏറ്റെടുക്കുക. ഈ ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. കൺഫ്യൂസിംഗ് ഫാക്ട്സ് പാർട്ട് 6ലേക്ക് നോക്കാം. കൺഫ്യൂസിംഗ് ഫാക്ട്സ് പാർട്ട് 6ലേക്കൊന്ന് നോക്കിയേ. ദേശീയ കായിക ദിനമെന്ന്, സംസ്ഥാന കായിക ദിനമെന്ന്. ദേശീയ കായിക ദിനം എന്നു ചോദിച്ചാൽ ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് അല്ലേ? ഹോക്കി മാന്ത്രികൻ എന്ന് വിളിക്കുന്നത് ധ്യാൻചന്ദിനെയല്ലേ? ധ്യാൻചന്ദിന്റെ ആത്മകഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ധ്യാൻചന്ദിന്റെ ആത്മകഥ ദ ഗോൾ ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചിട്ടുണ്ട്. ധ്യാൻചന്ദിന്റെ ആത്മകഥ. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ഓഗസ്റ്റ് 29 നമ്മൾക്ക് പറയുന്നത്. സംസ്ഥാന കായിക ദിനമുണ്ട്. നമ്മുടെ കേരളത്തിന് ഒരു കായിക ദിനമുണ്ട്. ഏതാണെന്നറിയാമോ? GV രാജ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഗോദവർമ്മ രാജ. GV രാജയുടെ ജന്മദിനമാണ് സംസ്ഥാന കായിക ദിനം. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. സംസ്ഥാന കായിക ദിനം എന്നാണ് ഒക്ടോബർ 13. അത് GV രാജയുടെ ജന്മദിനം. ഇദ്ദേഹം ഈ സംസ്ഥാന കായിക കേരളത്തിന്റെ പിതാവ് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ ടൂറിസത്തിന്റെ പിതാവ്, വിനോദസഞ്ചാരത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും GV രാജയാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദേശീയ കായിക ദിനം എന്നു ചോദിച്ചാൽ ആഗസ്റ്റ് 29 ആണെങ്കിൽ സംസ്ഥാന കായിക ദിനം എന്നായിരുന്നു. ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനം.
ദേശീയ കായിക ദിനം ധ്യാൻചന്ദിന്റെ ആത്മകഥയുടെ പേരെന്തായിരുന്നു? ഇത് ഗോളാണ് ധ്യാൻചന്ദിന്റെ ആത്മകഥയുടെ പേര്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ സെക്ഷൻ നോക്കേ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത്, രാജാവ് കുരുമുളകാണെങ്കിൽ റാണി എന്ന് വിളിക്കുന്നത് ഏലമാണ്. റാണി എന്ന് വിളിക്കുന്നത് ഏതായിരുന്നു? ഏലമാണ്. ഇനി സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജകുമാരി എന്ന് വിളിച്ചാൽ വാനിലയാണ് പറയേണ്ടത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജകുമാരി എന്ന് വിളിക്കുന്നത് വാനില. വാനിലയുടെ ജന്മദേശം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. മെക്സിക്കോയാണ്. വാനിലയുടെ ജന്മദേശം ഏതെന്ന് ചോദിച്ചാൽ മെക്സിക്കോ. അപ്പൊ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് ഏതായിരുന്നു? കുരുമുളകാണ് രാജാവ്. ഇതിന് മറ്റൊരു പേരുണ്ടായിരുന്നു, ഏതാണെന്നറിയാമോ? കുരുമുളകിനെ വിദേശികൾ വിളിച്ച പേരെന്തായിരുന്നു? യവനപ്രിയ. യവനപ്രിയ എന്നും കറുത്ത പൊന്ന് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കുരുമുളകിനെയാണ്. അപ്പൊ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് വിളിക്കുന്നത് ഏതായിരുന്നു? ഏലത്തിനെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് പറയുന്നത്. പാമ്പാടും പാറ അല്ലെ, പാമ്പാടും പാറ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മയിലാടും പാറ പഠിച്ചിട്ടുണ്ട്. ഏലവുമായി ബന്ധപ്പെട്ട ഇടുക്കിയിലെ സ്ഥലങ്ങളാണ്. അപ്പൊ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജകുമാരി ഏതായിരുന്നു? വാനില. വാനിലയുടെ ജന്മദേശം ഏതാ? മെക്സിക്കോ. വാനിലയുടെ ജന്മദേശം മെക്സിക്കോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിച്ചാൽ പൂനെയിലാണ്. അപ്പം ഈ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെയാണ് കേട്ടോ. ഡെക്കാണിന്റെ രാജ്ഞി എവിടെയെന്ന് ചോദിച്ചാൽ പൂനെ. അഗാഖാൻ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? അഗാഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പൂനെയിലാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഒക്കെ പ്രധാനമായിട്ടും പൂനെയിലല്ലേ വരുന്നത്. അടുത്ത സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ്. ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്, തോന്നക്കൽ. തിരുവനന്തപുരം തോന്നക്കലും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ദേശീയ പ്രാധാന്യത്തോടു കൂടി വന്നു. നമ്മളെ കൊറോണ സമയത്തൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നു. അപ്പം കറക്റ്റ് ചോദിച്ചാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലും സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലുമാണ്. ഇപ്പം പുതിയത് വന്നത് എവിടെയായിരുന്നു? തിരുവനന്തപുരം തോന്നക്കലും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം ഏത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച പട്ടണം കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം. കൊൽക്കത്തയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദിയാ ഹൂഗ്ലി. കൊൽക്കത്തയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി. ആദ്യമായിട്ട് ഒരു തുണിമില്ല് വന്നത് കൊൽക്കത്തയിലാണ്, ഫോർട്ട് ഗ്ലാസ്റ്റർ. കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്റർ ആണ് ആദ്യത്തെ തുണിമില്ല്. ഇന്ത്യയുടെ സന്തോഷ നഗരമെന്നും ഇന്ത്യയുടെ ശാസ്ത്ര നഗരമെന്നും ഒക്കെ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. അപ്പോൾ ഇന്ത്യയുടെ ശാസ്ത്ര നഗരമെന്നും ഇന്ത്യയുടെ സന്തോഷ നഗരമെന്നും ഇന്ത്യയുടെ കൊട്ടാരങ്ങളുടെ നഗരമെന്നും. അപ്പോൾ മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു. കൊട്ടാരങ്ങളുടെ നഗരം, സന്തോഷ നഗരം, ശാസ്ത്ര നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതായിരുന്നു? കൊൽക്കത്തയാണ്. കൊൽക്കത്തയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഏതായിരുന്നു? ഹൂഗ്ലിയാണ് കൊൽക്കത്തയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദി. പിന്നെയും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഈ കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചിട്ടില്ലേ? കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി ജോബ് ചോർണോക്ക് എന്ന് പറയുന്ന ആളാണ്. ജോബ് ചോർണോക്കാണ് കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയല്ലേ? പശ്ചിമ ബംഗാളിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? പശ്ചിമ ബംഗാൾ. പിന്നെയും നമ്മൾ പഠിക്കുമല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അതും പശ്ചിമ ബംഗാളാണ്. അരി ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാൾ, ചണം ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാൾ. പിന്നെയും ഉണ്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഏതാ? കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? പശ്ചിമ ബംഗാൾ. കേരളത്തിൽ കണ്ടൽക്കാടുകൾ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് അല്ലെ? കേരളത്തിൽ കണ്ടൽക്കാടുകൾ എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിൽ. കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചിട്ടില്ലേ? കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം നമ്മുടെ കല്ലേലിൽ പൊക്കുടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മകഥയുടെ പേരാണ് കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം. അപ്പൊ കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കണ്ണൂരാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ പശ്ചിമ ബംഗാളിലാണ്. അടുത്ത നോക്കേ. അപ്പം വൈദ്യുതീകരിച്ച ആദ്യത്തെ പട്ടണം കൊൽക്കത്തയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യ വൈദ്യുതീകരിച്ച പട്ടണം ഏതാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നതും പാരഡൈസ് സിറ്റി എന്നറിയപ്പെടുന്നതും ഒക്കെ ഏതെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ് നമ്മൾ പറയുന്നത്. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച പട്ടണം ഏതാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരണം തിരുവനന്തപുരത്താണ്. പക്ഷേ കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ് പറയേണ്ടത്. ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച പട്ടണം എന്ന് ചോദിക്കുമ്പോഴാണ് തിരുവനന്തപുരം പറയേണ്ടത്. പക്ഷേ ആദ്യത്തെ ഒരു ജില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പാലക്കാട് ജില്ലയാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ മൂന്നെണ്ണമായി പഠിച്ചിട്ടുള്ളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ചത് കൊൽക്കത്ത, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ വൈദ്യുതീകരണം നടന്നത് ബാംഗ്ലൂർ, കേരളത്തിൽ ആദ്യത്തെ വൈദ്യുതീകരണം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. KSEBയുടെ ആസ്ഥാനം എവിടെ? KSFEയുടെ ആസ്ഥാനം എവിടെ? രണ്ടും നല്ല ക്വസ്റ്റ്യനാണ്. KSEB നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? KSEB ഏതൊക്കെയാണ് KSEBയിൽ പ്രധാനം? KSEB കഴിഞ്ഞാൽ KSRTC പഠിച്ചിട്ടുണ്ട് അല്ലേ? KSRTC പിന്നെ KSFEയും പരീക്ഷയ്ക്ക് ചോദിക്കും. KSFE നമുക്കൊന്ന് നോക്കാം.
കെ സി ബിയുടെ ആസ്ഥാനം 1957 മാർച്ച് 31 കെ സി ബി വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വൈദ്യുത ഭവനാണ് കെ എസ് സി ബിയുടെ ആസ്ഥാനം. കെ എസ് എഫ് ഇ നിലവിൽ വന്ന വർഷം, നല്ലൊരു ക്വസ്റ്റ്യനാണ്. കെ എസ് എഫ് ഇ നിലവിൽ വന്നത് 1969. തൃശ്ശൂരാണ് കെ എസ് എഫ് ഇയുടെ ആസ്ഥാനം. ആസ്ഥാനത്തിന് പറയുന്ന പേര് കണ്ടോ, ഭദ്രതാ ഭവൻ. അപ്പൊ കെ എസ് എഫ് ഇയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. ഭദ്രതാ ഭവനാണ് കെ എസ് എഫ് ഇയുടെ ആസ്ഥാനം. എന്നാണ് കെ എസ് എഫ് ഇ വന്നത്? 1969 കെ എസ് എഫ് ഇ വന്നത്. നമ്മുടെ ISRO വന്നത് 69. ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് 69. അതുപോലെ നമുക്ക് 69 ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത്, എക്കണോമിക്സിന് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത് 69. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൊടുത്തു തുടങ്ങിയത് 69. അപ്പം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതും 69. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി, എക്കണോമിക്സിന് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങി, ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങി. ISRO നിലവിൽ വന്ന വർഷം 1969. ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് 1969. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ കൊടുത്തു തുടങ്ങിയത് 1969. അങ്ങനെ ഒത്തിരി ഉണ്ട് 69 കുറിച്ച് പറയാൻ. അപ്പം കെ എസ് എഫ് ഇയും വന്നത് 69. അടുത്തത് അപ്പൊ കെ എസ് എഫ് ഇയുടെ ആസ്ഥാനം തെറ്റിപ്പോരുത്, തൃശ്ശൂർ ജില്ലയാണ്. അടുത്ത ഓക്കെ, കെ എസ് ആർ ടി സി വന്ന ഏത് വർഷമാണെന്ന് അറിയാമോ? 65. കെ സി ബി ആണെങ്കിൽ 57, കെ എസ് ആർ ടി സി ആണെങ്കിൽ 65, കെ എസ് എഫ് ഇ ആണെങ്കിൽ 69 നമ്മൾ പറയേണ്ടത്. കെ എസ് എഫ് ഇ എന്നാണ് 69 നമ്മൾ പറയേണ്ടത്. മറന്നുപോരുത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നല്ല സിമ്പിൾ ചോദ്യമാണ്. പെൻസിലിൻ കണ്ടുപിടിച്ചതാര്? ഇൻസുലിൻ കണ്ടുപിടിച്ചതാര്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. പെൻസിലിൻ ഈ ലോകത്ത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് പെൻസിലിനാണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആരായിരുന്നു? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ബാന്റിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നാണ്. ഫെഡറിക് ബാന്റിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത്. ഈ ഫെഡറിക് ബാന്റിങ്ങിന്റെ ജന്മദിനമാണ് നവംബർ 14. നവംബർ 14 നമ്മൾ ശിശുദിനം എന്ന് പറയത്തില്ലേ? ഈ ശിശുദിനത്തിലൂടെ നമ്മൾ പറയുന്ന മറ്റൊരു ദിനമാണ് പ്രമേഹ ദിനം. ഡയബറ്റിസ് ഡേ എന്നു ചോദിച്ചിട്ടില്ലേ? ഡയബറ്റിസ് ഡേ എന്നു ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് ഏതായിരുന്നു? നവംബർ 14. ആരുടെ ജന്മദിനം? ഇൻസുലിൻ കണ്ടുപിടിച്ച ഫെഡറിക് ബാന്റിങ്ങിന്റെ ജന്മദിനമാണ്. അപ്പം പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണെങ്കിൽ ഇൻസുലിൻ കണ്ടുപിടിച്ചതാരാ? ഫെഡറിക് ബാന്റിങ് ആണ് നമ്മൾ പറയേണ്ടത്. അടുത്ത ഓക്കെ, എൻഡോസൾഫാർ വിരുദ്ധ സമര നായിക. എൻഡോസൾഫാർ നടന്നത് കാസർഗോഡ് ജില്ലയിലല്ലേ? ലീലാകുമാരി അമ്മ അല്ലെ? ലീലാകുമാരി അമ്മയാണ് എൻഡോസൾഫാർ വിരുദ്ധ സമര നായിക. കൊക്കക്കോള വിരുദ്ധ സമര നായിക മൈലമ്മ. മൈലമ്മ പാലക്കാട് ജില്ലയിലല്ലേ? കൊക്കക്കോള പെരുമാട്ടി പഞ്ചായത്തിൽ അല്ലേ? കൊക്കക്കോള വിരുദ്ധ സമര നായിക മൈലമ്മ പാലക്കാട് ജില്ലയിൽ. എൻഡോസൾഫർ ആകുമ്പോൾ ലീലാകുമാരി അമ്മയാണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത ഓക്കെ, ചിന്നസ്വാമി സ്റ്റേഡിയം എവിടെ? ബാംഗ്ലൂർ. ചെപ്പോക്ക് സ്റ്റേഡിയം എവിടെ? ചെന്നൈ. തെറ്റിപ്പോരുതേ. ചിന്നസ്വാമി ആകുമ്പം ബാംഗ്ലൂരും, ചെപ്പോക്ക് സ്റ്റേഡിയം ആകുമ്പം ഏതാണ് നമ്മൾ പറയേണ്ടത്? ചെന്നൈയുമാണ് നമ്മൾ പറയേണ്ടത്, ചെപ്പോക്ക് സ്റ്റേഡിയം. അടുത്ത ഓക്കെ, രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാര്? കഥകളിക്ക് മുമ്പുള്ള പേരല്ലേ രാമനാട്ടം എന്ന് വിളിക്കുന്നത്? കഥകളിയുടെ ആദ്യകാല നാമമാണ് രാമനാട്ടം. അതിന്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ കോട്ടയം തമ്പുരാൻ എന്ന് പറയാറുണ്ട്. കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. അടുത്ത ഓക്കെ, കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ നമ്പൂതിരിയാണ്. സാമൂതിരി എന്നല്ല, നമ്പൂതിരി. മാനവേദൻ നമ്പൂതിരിയാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. ആരെന്ന് ചോദിച്ചാൽ മാനവേദൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ കൃഷ്ണനാട്ടവും രാമനാട്ടവും. രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യകാല നാമം. പിന്നീടാണ് ഇത് കഥകളിയായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. കൊട്ടാരക്കര തമ്പുരാനാണെങ്കിൽ കൃഷ്ണനാട്ടം ആരുടെയായിരുന്നു? മാനവേദൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതെന്ന് ചോദിച്ചാൽ പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ. നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം 1935 ആരാ നടത്തിയത്? സി കേശവനാണ്. സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് കേട്ടോ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ സി കേശവനാണ്. എന്നാ നിവർത്തന പ്രക്ഷോഭം? 1932 നിവർത്തന പ്രക്ഷോഭം അല്ലെ? സി കേശവൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധം കോഴഞ്ചേരി പ്രസംഗം. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം 1947 മന്നത്ത് പത്മനാഭനാണ്. NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനല്ലേ? 1914 NSS സ്ഥാപിച്ചത്. അപ്പം മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. അടുത്ത ഓക്കെ, പഞ്ചാബ് മോഡൽ പ്രസംഗം നമ്മുടെ കൊല്ലം ജില്ലയിലെ ബാലകൃഷ്ണപിള്ള, ഗണേഷ് കുമാറിന്റെ അച്ഛനായിരുന്ന ബാലകൃഷ്ണപിള്ളയാണ് വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത്. ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗം ആരുടെ എന്ന് ചോദിച്ചാലും സി കേശവന്റെ ആയിരുന്നു. അപ്പൊ സി
കേശവന് 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? കോഴഞ്ചേരി പ്രസംഗവും ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗവും. അടുത്ത നോക്കെ, മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭന്റെ ആണെങ്കിൽ ഭഗവാൻ കാറൽ മാക്സ് പഞ്ചാബ് മോഡൽ പ്രസംഗം ആർ ബാലകൃഷ്ണപിള്ളയാണ്. വസന്ത വിഷുവും ശരത്ത് വിഷുവും തെറ്റരുത് കേട്ടോ. ജോഗ്രഫിയിൽ നല്ലോണം പഠിക്കുന്നത് മാർച്ച് 21 വസന്ത വിഷുവം, ശരത് വിഷുവം സെപ്റ്റംബർ 23. ഇനി നോക്കെ, വിമാനത്തിന്റെ പുറംഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോക സങ്കരം ഡുറാലുമിൻ. ലോക സങ്കരം എന്ന് ചോദിച്ചാൽ ഡുറാലുമിൻ. പക്ഷെ വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ടൈറ്റാനിയമാണ്. അപ്പം വിമാനത്തിന്റെ പുറംഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഡുറാലുമിൻ, വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയമാണ് നമ്മൾ പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, എൻഡോസൾഫർ ദുരിതത്തെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ, തെറ്റിപ്പോരുത്, കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് DD മായൻ കമ്മീഷൻ, മായി കമ്മീഷൻ അല്ലെങ്കിൽ മായൻ കമ്മീഷൻ. എൻഡോസൾഫർ ദുരിതങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച കമ്മീഷൻ, കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതായിരുന്നു? അച്യുതൻ കമ്മീഷനാണ്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ കമ്മീഷൻ DD മായൻ കമ്മീഷൻ, കേരള സർക്കാരിന്റെ കമ്മീഷൻ ഏതായിരുന്നു? അച്യുതൻ കമ്മീഷൻ ആയിരുന്നു നമ്മൾ പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പക്ഷിഗ്രാമം നൂറനാട്. കേരളത്തിന്റെ പക്ഷിഗ്രാമം ഏതാ? നൂറനാട്. പക്ഷെ നോക്കെ, നാഞ്ചിനാട് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അതായത് തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ്. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വഞ്ചീശ മംഗളമാണ് തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം. അപ്പൊ തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ്? നാഞ്ചിനാട്. അടുത്ത ഓക്കെ, നല്ലൊരു 2 പെയിന്റിംഗ് ആണ്. ഗ്രാമീണ ജീവിതം എന്ന പെയിന്റിംഗ് അമൃത ഷെർഗിലിന്റെയാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന പെയിന്റിംഗ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായ നന്ദലാൽ ബോസ് ആണ്. അപ്പം ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിലാണെങ്കിൽ ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെയായിരുന്നു? നന്ദലാൽ ബോസ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്ത കൃതിയാ സതി. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സതി ആരുടെ പ്രശസ്ത കൃതിയാണെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ്. നമ്മുടെ ഭാരതരത്ന ഫലകം രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമാണ്. പിന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദിക്കാറുണ്ട്, ഈ ഭരണഘടനയുടെ കവർ പേജ് ഇല്ലേ, ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് 1770 നിലവിൽ വന്ന ഹിന്ദുസ്ഥാൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊൽക്കത്തയിലാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ബാങ്ക് എന്നാ വന്നത്? 1770. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, പൂർണ്ണമായും തദ്ദേശീയമായ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണെങ്കിൽ പൂർണ്ണമായും തദ്ദേശീയരുടെ ആദ്യത്തെ നാഷണൽ ബാങ്ക് ആരാ? ഏതാന്ന് ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്. ആരാ സ്ഥാപിച്ചത്? ലാലാ ലജ്പത് റായ് അല്ലെ. ലാലാ ലജ്പത് റായിയുടെ കാലഘട്ടത്തിൽ 1895 കാലഘട്ടത്തിലായിരുന്നു ഇത് വരുന്നത്. ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യയിലെ കറൻസി നോട്ടിൽ ആദ്യത്തെ ഭാഷ, മൊത്തം എത്ര ഭാഷയുണ്ട് കറൻസി നോട്ടിൽ? 22 ഭാഷകളാണ് അല്ലെ. 22 ഭാഷകളല്ലേ. അതിൽ ആദ്യ ആൽഫബറ്റ് ഓർഡർ ആയിരിക്കും. ആദ്യത്തത് ആസാമീസ്, അവസാനത്തത് ഉറുദു ആയിരിക്കും. യു വരുന്നതായിരിക്കുമല്ലോ. ഈ മലയാളത്തിന് എത്രാം സ്ഥാനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 7ാം സ്ഥാനമാണ്. ഇന്ത്യൻ കറൻസി നോട്ടിൽ മലയാളത്തിന് എത്രാം സ്ഥാനമാണ്? 7ാം സ്ഥാനം. അപ്പം കറൻസി നോട്ടിലെ ആദ്യ ഭാഷ ആസാമീസ്, അവസാന ഭാഷ ഉറുദു, 7ാമത്തെ ഭാഷ ഏതായിരുന്നു? മലയാളമാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്തത് ഒക്കെ, ഈ പൂന ഗെയിം എന്നറിയപ്പെടുന്ന നമ്മുടെ ബ്രിട്ടീഷുകാരെ അവിടുത്തെ ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് വേണ്ടി പുറത്തോട്ട് പോവാതിരിക്കാൻ ഒരു കോർട്ടിനകത്ത് ആരംഭിച്ച ആദ്യത്തെ ഗെയിമാണ്, ഇൻഡോർ ഗെയിമാണ് പൂന ഗെയിം. ഇതാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ബാഡ്മിന്റൺ എന്ന പേര് വന്നത്. അപ്പം ബാഡ്മിന്റന്റെ പഴയകാല നാമം എന്താണ്? പൂന ഗെയിം. ബാഡ്മിന്റന്റെ പഴയ പേരെന്തായിരുന്നു? പൂന ഗെയിം. അടുത്ത പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക വിനോദമുണ്ട്. പിങ് പോങ്, ടേബിൾ ടെന്നീസ്. പിങ് പോങ് ചൈനയുടെ ദേശീയ വിനോദമാണ്. പിങ് പോങ് കേട്ടോ, ചൈനയുടെ ദേശീയ വിനോദമാണ് പിങ് പോങ് എന്നറിയപ്പെടുന്നത്. ടേബിൾ ടെന്നീസ്. പിന്നെ മിൻഡോനെറ്റ് എന്നും പറഞ്ഞ ഒരെണ്ണമുണ്ട്. മിൻഡോനെറ്റ് എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതാണെന്നറിയാമോ? വോളിബോളാണ്. ഏതായിരുന്നു? വോളിബോളാണ് മിൻഡോനെറ്റ് എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതെന്ന് വെച്ചാൽ. അപ്പോൾ 3 എണ്ണം പഠിച്ചു. പൂന ഗെയിം എന്നറിയപ്പെടുന്നത് ബാഡ്മിന്റൺ ആണെങ്കിൽ പിങ് പോങ് എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? പിങ് പോങ് എന്നറിയപ്പെടുന്നത് ടേബിൾ ടെന്നീസ് ആണ്. മിൻഡോനെറ്റ് എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതാ? വോളിബോൾ ആണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പുരുഷന്മാർക്കുള്ള ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. നല്ലൊരു ക്വസ്റ്റ്യൻ. പുരുഷന്മാരുടേത് തോമസ് കപ്പ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. തോമസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? ബാഡ്മിന്റൺ. സ്ത്രീകൾക്കായിട്ടുള്ള ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഊബർ കപ്പ്.
അപ്പൊ വനിതകൾക്ക് ഏതാണ്? ഊബർ. പുരുഷന്മാർക്ക് തോമസ് കപ്പ് ആണെങ്കിൽ വനിതകൾക്ക് ഏതാണ്? ഊബർ കപ്പ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സംയുക്തമായി പങ്കെടുക്കുന്ന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പാണ് സുധീർമാൻ കപ്പ് എന്ന് വിളിക്കുന്നത്. സുധീർമാൻ കപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മൂന്നും പഠിച്ചേ. സംയുക്തമാണെങ്കിൽ സുധീർമാൻ കപ്പ്, സ്ത്രീകൾക്കാണെങ്കിൽ ഊബർ കപ്പ്, പുരുഷന്മാർക്ക് ഏതാണ്? തോമസ് കപ്പ്. തോമസ് കപ്പ് ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏത് കളിയുമായി ബന്ധപ്പെടുന്നു? ബാഡ്മിന്റൺ കേട്ടോ. തോമസ് കപ്പ് ഏത് കളിയാണ്? ബാഡ്മിന്റൺ ആണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. AITUC ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് 1920 വരുന്നത്. NM ജോഷി കേട്ടോ. NM ജോഷിയാണ് AITUC സ്ഥാപിക്കുന്നത്. ഇദ്ദേഹം മറ്റൊരു സംഘടനയുണ്ട്, സോഷ്യൽ സർവീസ് ലീഗ്. സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചതും NM ജോഷിയാണ്. AITUC സ്ഥാപിച്ചതും NM ജോഷിയാണ്. 1920 ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ലാലാ ലജ്പത് റായും. പക്ഷേ സ്ഥാപകൻ കറക്റ്റ് ചോദിച്ച NM ജോഷി. ഈ ലാലാ ലജ്പത് റായിക്ക് AITUCയുടെ ആദ്യ പ്രസിഡന്റ് ആര് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ AITUC ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വന്ന വർഷം എന്ന 20 ആരാണ് ആദ്യ പ്രസിഡന്റ്? ലാലാ ലജ്പത് റായ് അല്ലേ. നേരത്തെ ലാലാ ലജ്പത് റായ് എന്താ പഠിച്ചത്? അത് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചതാരെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ, അതും ഇദ്ദേഹമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ അല്ലേ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ രക്തത്തിന് ചിലപ്പോൾ ചില വേറെ ജീവികൾക്ക് നീല പച്ച നിറം നൽകുന്നത് ഹീമോസയാനിൻ എന്ന് പറയുന്നതാണ്. ഏതായിരുന്നു? ഹീമോസയാനിൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണെങ്കിൽ രക്തത്തിന് നീല പച്ച നിറം നൽകുന്നത് ആരാ? ഹീമോസയാനിൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം അറിയപ്പെടുന്നത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്യുമുലസ് മേഘം. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. 9ലോ 10ലോ എങ്ങാണ്ട് ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാ? ക്യുമുലസ് മേഘം. വെള്ള നിറത്തിലുള്ള തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ സിറസ് മേഘമാണ്. വെള്ള നിറത്തിലുള്ള തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സിറസ് മേഘമാണ്. അതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ചോദ്യമാണ്, അതും പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത ചോദ്യം നോക്കേ. ചന്ദ്രനിൽ ധാരാളം കാണപ്പെടുന്ന ലോഹം ഏത്? ചന്ദ്രനിൽ ലോഹം ചോദിച്ചാൽ ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളം കാണപ്പെടുന്ന മൂലകം ഏത്? സിലിക്കൺ. തെറ്റിപ്പോരുത്. അപ്പോൾ ചന്ദ്രനിൽ ധാരാളം കാണപ്പെടുന്ന ലോഹം ചോദിച്ചാൽ ടൈറ്റാനിയം, ധാരാളം കാണപ്പെടുന്ന മൂലകവും എന്നാണ് ചോദിക്കുന്നതെങ്കിൽ സിലിക്കൺ ആണ് എഴുതേണ്ടത്. അത് നല്ലൊരു ചോദ്യം. ഇനി അടുത്ത നോക്കെ. രാജർഷി എന്ന തൂലികാനാമം ആർക്ക്? രാജർഷി പുരുഷോത്തം ദാസ് ടണ്ടൻ. പുരുഷോത്തം ദാസ് ടണ്ടൻ. അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉത്തർപ്രദേശ് ഗാന്ധി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഗാന്ധി ആരെന്ന് ചോദിച്ചാൽ പുരുഷോത്തം ദാസ് ടണ്ടനാണ്. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ INCയുടെ പ്രസിഡന്റും ഇദ്ദേഹമാണ്. അപ്പോൾ ഉത്തർപ്രദേശ് ഗാന്ധിയാണ് പുരുഷോത്തം ദാസ് ടണ്ടൻ. ബീഹാർ ഗാന്ധി ആരായിരുന്നു? ബീഹാർ ഗാന്ധി അത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പം ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ ഉത്തർപ്രദേശ് ഗാന്ധി ആരായിരുന്നു? ഉത്തർപ്രദേശ് ഗാന്ധി പുരുഷോത്തം ദാസ് ടണ്ടനാണ്. ഡൽഹി ഗാന്ധി ആരാന്നറിയാമോ? ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായരാണ്. സി കൃഷ്ണൻ, നെയ്യാറ്റിങ്കര കൃഷ്ണൻ നായർ എന്ന് വിളിക്കും. ഇനിയൊക്കെ രാജാജി എന്നറിയപ്പെടുന്നത് ആര്? രാജാജി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാര്യ. ഇദ്ദേഹമാണ് നേഷൻ വോയിസ് എന്ന് പറയുന്ന ഒരു പ്രശസ്ത കൃതി. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നു. സേലം ഓഫ് മാംഗോ എന്നറിയപ്പെടുന്നു. ആദ്യത്തെ ഭാരതരത്നം കൈകൊണ്ട് വാങ്ങിയ വ്യക്തി ആരെന്ന് ചോദിച്ചാലും സി രാജഗോപാലാചാരി. അപ്പം ഭാരതരത്നം ആദ്യമായിട്ട് വാങ്ങുന്നതാരാ? സി രാജഗോപാലാചാരി. വിശേഷണം എന്താ? രാജാജി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതും സി രാജഗോപാലാചാരി. നോക്കേ. അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. തമിഴ്നാടുകാരനാണ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് MB സിംഗ് ആണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ നായകനാര്? MB സിംഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് MS സ്വാമിനാഥനെയും. ഇന്ത്യയിലാണ് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോ മെക്സിക്കോയിലാണ്, അമേരിക്കക്കാരനാണ്. മെക്സിക്കോയിലാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവം പഞ്ചാബിലാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ധാന്യവിള ഗോതമ്പും ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ നാണ്യവിള അത് കരിമ്പുമാണ്. നാണ്യവിള കരിമ്പും ധാന്യവിള ഗോതമ്പുമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആരായിരുന്നു? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന് വിളിക്കുന്നത് NB സിംഗ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞത്. അടുത്ത ഓക്കെ. സ്വർഗത്തിലെ ആപ്പിൾ നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം സ്വർഗീയ ഫലം എന്ന് വിളിക്കുന്നത് കൈതച്ചക്കയാണ്.
തൃതീയ ഫലം എന്ന് വിളിക്കുന്നത് കൈതച്ചക്കയാണ്. അപ്പോൾ അത് ഇത്രയും ഒന്ന് നോട്ട് ചെയ്യുക. അപ്പം നല്ല കുറേ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് കൺഫ്യൂസിങ് ഫാക്ട്സിൽ പാർട്ട് 6 കടന്നിരിക്കുന്നത്. മാക്സിമം അത് റിവിഷൻ നടത്തുക. റിവിഷൻ നടത്തും തോറും പിന്നെ എൻ്റെ ഒരു ടോപ്പിക്ക് ഒരു ഇച്ചിരി നേരത്തേക്ക് മാറ്റുക. അത് നിങ്ങൾക്ക് സ്പീഡപ്പ് കിട്ടാനാണ്. പല ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്ന്. ഓരോ സിലബസ് അനുസരിച്ച് ജോഗ്രഫി മാറ്റി വെക്കണം, ഹിസ്റ്ററി തീർത്ത് വെക്കണം, ഭരണഘടന തീർത്ത് വെക്കണം. അങ്ങനെ ഓർഡറിൽ തീർത്ത് വീണ്ടും റിവിഷൻ ആകുമ്പോൾ എല്ലാം കൂടെ അങ്ങാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യണേ, മോക്ക് ടെസ്റ്റ് ചെയ്യണേ. എൻട്രി തന്നെ മോക്ക് ടെസ്റ്റ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതെല്ലാം ചെയ്ത് നോക്കി എത്ര മാർക്ക് കിട്ടുന്നു, 100-ൽ എത്ര മാർക്ക് കിട്ടുന്നു എന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, കുറേ നല്ല ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.